അസ്സലാമലൈക്കും. ഇനി ഞാൻ പഴുത്ത ചക്ക വെച്ചിട്ട് 4 മണിക്കൂർ ചായയുടെ കടിയായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനൊരു ചെറിയൊരു ഗ്ലാസ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1/2 സ്പൂൺ പഞ്ചസാര, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കേട്ടോ. നമ്മൾ പഴംപൊരി ഉണ്ടാക്കില്ല, അതേ സെയിം ഇതാട്ടോ ഉണ്ടാക്കുന്നത്. ഇത്തിരി ബലമാണെങ്കിൽ 1 സ്പൂൺ അരിപ്പൊടി ഇടാം കേട്ടോ. ഞാൻ അരിപ്പൊടി ഇട്ടിട്ടില്ല. അപ്പം അത് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ മുക്കിയെടുക്കാനുള്ള അത്ര ലൂസും വേണ്ട, എന്നാൽ നല്ല കട്ടിയാവരുത് കേട്ടോ. അങ്ങനെ നമ്മളത് കുറച്ച് വെള്ളം എടുത്തിട്ട് ഇളക്കിയിട്ട് മഞ്ഞൾപ്പൊടിയും പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് കിട്ടിയിട്ട് മഞ്ഞൾപ്പൊടി എല്ലായിടത്തും എത്തി അങ്ങനെ നന്നായിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ. 1 സ്പൂൺ വെച്ചിട്ട് ഇളക്കാവുന്നതന്നെ ഉള്ളൂ. അതാ കണ്ടില്ലേ, നല്ല ലൂസല്ല എന്നാൽ നല്ല കട്ടിയല്ല കേട്ടോ. അങ്ങനെ ഒരു രീതിയിലത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. പഞ്ചസാരയൊക്കെ ഒന്ന് ലയിച്ച് പോകും അതിൽ. അപ്പോൾ അങ്ങനെ പിന്നെ ചക്ക കേട്ടോ, നല്ല പഴുത്ത ചക്ക. ഇപ്പോഴൊന്നും ഇത് പറ്റില്ല കേട്ടോ, ഇത്തിരി ബലമൊക്കെ വേണം, എന്നാലാണ് മുക്കിയിടാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ചക്കേൻ്റെ ചുള എടുത്തിട്ട് അതിനൊരു 4-5 കഷ്ണാക്കിയിട്ട് ചീന്തി എടുക്കുക കേട്ടോ. നീളത്തിൽ ഇങ്ങനെ ചീന്തി എടുക്കുക. നല്ല വീതിയിൽ ചീന്തി എടുക്കണം കേട്ടോ, ചെറുതാക്കിയിട്ട് ചീന്തി എടുക്കുക. അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കുക കേട്ടോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ ഒക്കെ ഒരു 5-6 ചോളയായിട്ടുണ്ടായിരുന്നത്, അതൊക്കെ ഞാൻ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പത്തിനും ചട്ടിയിൽ എണ്ണ വെച്ചിട്ടുണ്ട്. ചക്കേൻ്റെ ചോള ചീന്തി എടുക്കുമ്പോഴത്തേനും എണ്ണ ചൂടായി കിട്ടാൻ വേണ്ടിയിട്ട് എണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ മുക്കിയിട്ട് നമ്മൾ പഴംപൊരി ഉണ്ടാക്കില്ല, സെയിം ഇതിൽ തന്നെ ഓരോന്നും ഇങ്ങനെ മുക്കി ഇടുക കേട്ടോ. തീ ഒരുപാട് സ്പീഡിൽ കത്തിച്ച് വെക്കരുത്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇടുന്നതൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേനും കരിഞ്ഞു പോകും. അപ്പോൾ ഒരു ചെറിയ തീയിൽ വെച്ചിട്ട് പിന്നെ എല്ലാം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് തീ കൂട്ടി വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ. പിന്നെ അത് ഇടയ്ക്കൊന്ന് തിരിച്ചു മറിച്ചു വിട്ടിട്ട് മൈദപ്പൊടിൻ്റെ ഒരു കൂട്ട് വെന്ത് കിട്ടുന്നവരെ തിരിച്ച് മറിച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. 4 മണിക്കൊക്കെ ചായയുടെ കടി എന്തെങ്കിലുമൊക്കെ ചക്കയൊക്കെ കിട്ടുമ്പോൾ ഒന്നിങ്ങനെ ഉണ്ടാക്കി വെക്കുക കേട്ടോ. എന്തെങ്കിലുമൊക്കെ ചായയുടെ കടി വേണമെന്നുള്ള കുട്ടികളുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് വെക്കുക. ചക്കയൊന്നും ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ കാട്ടി കൊടുത്താൽ അവർ ചക്കയൊക്കെ കഴിച്ചോളും. ചെറുതാവുകൊണ്ട് കുറച്ചൊക്കെ ഇടാം കേട്ടോ. അതോ പഴംപൊരിയുടെ അത്ര വലുതൊന്നും അല്ലല്ലോ. അപ്പോൾ 5-6 ഇട്ടിട്ട് നമ്മൾ എണ്ണ എത്ര വെക്കണതിനനുസരിച്ചിട്ട് ഇട്ട് വേവിച്ചെടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റുണ്ട് കഴിക്കാൻ. അപ്പോൾ ചക്കക്കാലമല്ലേ, അപ്പോൾ ചക്ക എല്ലാവർക്കും കിട്ടുന്ന സമയമല്ലേ, അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇട്ടത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ തന്നെ ഉള്ളൂ. പിന്നെ ഇങ്ങനെ മാവിൽ മുക്കിയിട്ട് എണ്ണയിലിടാം, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. എളുപ്പമുള്ള പണിയാണ് ചക്കയും കൊണ്ട് ചക്ക പൊരിച്ചെടുക്കുക കേട്ടോ. മാവിൽ മുക്കിയിട്ട് ഈസിയുള്ള പണിയാണ്. അപ്പോൾ ചക്ക കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടമായി വിചാരിക്കണം, ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ തന്നെയാണ് പിന്നെയും തിരിച്ചിട്ട് വേവിക്കുക. അങ്ങനെ ഇഷ്ടമായി വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും.